എപ്പോഴാ സംഭവിച്ചേ? 6 മണിക്ക് 6 ആവാനിക്കണ്. ആ, നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. ആ സമയത്താണ് പൊട്ടിയതല്ലേ? മിറ്റത്ത് പൊട്ടിക്കാണ്ട് ഔത്തേക്ക് പൊട്ടി തെറിച്ചിക്കാണ്. മോളുണ്ടേനി റൂമിൽ കട്ടുമ്മൽ കെടുക്കണ്. മോളെ മേത്തേക്ക് കല്ല് വീകണ് പറഞ്ഞാണ് വന്നു. ഞാൻ അടുക്കളയിലുണ്ട്, മോൻ അടുക്കളയിലുണ്ട്. ഞാനും അടുക്കളയിൽ തരിച്ച് വീണിക്കണ്. അങ്ങനെ കറങ്ങി ചിറ്റിക്കാണ്ട് പിന്നെ ഇതാ ഇതുണ്ടാ ഇങ്ങനെ ഈ വീടുകളിലൊക്കെ സംഭവിക്കാറുണ്ടോ? പൊതുവെ അങ്ങനെ ഉണ്ടല്ലോ. അത്രത്തോളം ഒരു ഗൗരവത്തിലായിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ ശക്തമായ ഇടിയും അതുപോലെ തന്നെ മിന്നലും കൊണ്ട് ഒരു വീടിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങൾ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ആ കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. എന്താണ് സംഭവിച്ചെന്നുള്ളത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ് ശരിക്കും ഞങ്ങൾ അറിയിക്കുന്നത്. അതുമാത്രമല്ല, ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും എന്താ ചെയ്യുക വെച്ചാൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരം സന്ദർഭങ്ങൾ ഇടിയും അതുപോലെ തന്നെ ശക്തമായ മിന്നലൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. എന്തായാലും ഇവർക്ക് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഓരോരോ വീട്ടുകാരും അറിഞ്ഞിരിക്കുക. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് ഇങ്ങനെ ഇവരൊരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോ ഡ്രൈവറാണ്. അത് മാത്രം പക്ക സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളാണ് അവർ. ഇപ്പോൾ ഒരു കുറച്ചായിട്ടുള്ള ഈ വീഡിയോ പുതിയ വീഡിയോ എടുത്തിട്ട് ഇതിൽ കയറിയിരുന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഒരു ഗതി ഇവർക്ക് വരുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അതിൽ കിടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കായി കാര്യങ്ങളെ കിടപ്പൊക്കെ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് ഞാനൊന്ന് അറിയിക്കുകയാണ്. അത് മാത്രമേ നാട്ടുകാരുടെ സഹായം കൊണ്ടൊക്കെയാണ് ഈ വീട് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ പ്രകൃതി ദുരന്തം കൊണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഈ താത്താനോട് തന്നെയാണ് ചോദിച്ചു നോക്കാം. അപ്പോൾ ഈ വീട്ടുകാരാട്ടോ അത് ഈ ഒരു വീടിൻ്റെ അവസ്ഥ ഞങ്ങളൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് സംഭവിച്ചേ? 6 മണിക്ക് 6 ആവാനിക്കണ്. ആ, നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. ആ സമയത്താണ് പൊട്ടിയതല്ലേ? മിറ്റത്ത് പൊട്ടിക്കാണ്ട് ഔത്തേക്ക് പൊട്ടി തെറിച്ചിക്കാണ്. മോളുണ്ടേനി റൂമിൽ കട്ടുമ്മൽ കെടുക്കണ്. മോളെ മേത്തേക്ക് കല്ല് വീകണ് പറഞ്ഞാണ് വന്നു. ഞാൻ അടുക്കളയിലുണ്ട്, മോൻ അടുക്കളയിലുണ്ട്. ഞാനും അടുക്കളയിൽ തരിച്ച് വീണിക്കണ്. അങ്ങനെ കറങ്ങി ചിറ്റിക്കാണ്ട് എൻ്റെ മോൻ വന്ന് പിടിച്ചുകാണ്ടാണ് ഞാൻ നീച്ചിട്ടുണ്ട്. ആകെ വേജാറ്. രണ്ടാളും കൂടി തോള് കൈ പിടിച്ചുകാണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ വേജാറ് ഇവിടെ ഉള്ളവര് പുറത്തുള്ളവര് ആരും എന്താ കഴിഞ്ഞെന്ന് അറിഞ്ഞിട്ടില്ല. പിന്നെയാണ് മറ്റുള്ളതൊക്കെ പൊട്ടിയത് നമ്മൾ കാണുന്നത്. സ്വിച്ച് ബോർഡ് പറ്റ കണ്ടില്ലേ, കറുത്തിരുണ്ടിക്കണ്. ഫുള്ള് കരി. അത് ഫുള്ള് മാറ്റേണ്ടി വരും. ഫുള്ള് ഷോർട്ടായിക്കണ്. വയറൊക്കെ ഷോർട്ടായി ഫുള്ള് വലിച്ചു ഒഴിവാക്കാണ്. അതുപോലെ നമ്മളെ DB ബോക്സാണിത്. ഫുള്ള് ELCB MCB ഫുള്ള് അടിച്ചു പോയിക്കണ്. ഫുള്ള് ചെക്ക് ചെയ്ത് മാറ്റിയെടുക്കുകയാണ്. അതുപോലെ തന്നെ ഫാനൊക്കെ വീട്ടിക്കിയിട്ട് പോയിക്കണം. ആ കോലത്തിലായിക്കണം ഫാനൊക്കെ. ആളൊക്കെ വീട്ടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പൊട്ടി തെറിച്ചത് ഇനിയിപ്പോൾ ഫോണാന്ന് വിചാരിച്ചപ്പോൾ ഫോണല്ല പൊട്ടി തെറിച്ചതെന്ന് പിന്നെ ഉള്ളവർ വന്നപ്പോൾ പറഞ്ഞു ഫോണല്ല ചുമരാണ് പൊട്ടി തെറിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അറിഞ്ഞത്. ആർക്കും വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. താമസിച്ച് 4 മാസമായിട്ടുള്ളൂ. വീട്ടുകാരെല്ലാവരും കൂടി അടുത്തുള്ളവരെല്ലാവരും കൂടി സഹായിച്ചുകാണ്ട് കൂടെ പഠിച്ചവരൊക്കെ സഹായിച്ചുകാണ്ട് വീട് ഇങ്ങനെ ആക്കി തന്നതാണ്. എല്ലാവരും സഹായം കൊണ്ട് എടുത്ത വീടാണ്. 4 മാസം 5-ആം മാസമാണ് കിടക്കുന്നത്. എന്താ ജോലി? അത് ഓട്ടോ ഡ്രൈവറാണ്. ആരാന്റെ വണ്ടിയിട്ട് പോവാണ്. ദിവസം കൂലി എടുത്തുകാണ്ട് വണ്ടിയിട്ട് നടക്കുന്നത്. അപ്പൊ എല്ലാരും സഹായം കൊണ്ടാണ് ഇപ്പൊ ഈ വീടുകൾ ഉണ്ടാക്കിയത്. അതിന്റെ വീട്ടിൽ കയറിയിട്ട് എന്താ പറയാ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് മുന്നേ തന്നെ 6 മാസമായിട്ടില്ല. അപ്പോത്തിന് എല്ലാം കഴിഞ്ഞു. സർവീസ് വയറൊക്കെ കത്തിക്കണേ. പെരീന്ന് കത്തൽ തുടങ്ങി. സർവീസ് വയർ പോസ്റ്റ് വരെ കത്തിക്കണേ. മോട്ടർ വെള്ളത്തിൽ താത്തണ മോട്ടറാണ്. അത് കത്തിക്കണേ. മോട്ടറിന്റെ സ്വിച്ച് കത്തിക്കണേ. അതിന്റെ മീറ്റർ എല്ലാം കത്തിക്കണേ. ഒന്നുമില്ല. ഫ്രിഡ്ജിനുള്ളു കേടില്ലാത്ത എല്ലാത്തൊക്കെ കത്തി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടില്ല ഞങ്ങൾ. ഇത് പുതിയ ഫാന് ഈ വീട്ടുകാർ അടവിന് വാങ്ങിയതാട്ടോ. ഇതൊക്കെ ഇനിയിപ്പോൾ തിരിച്ചെടുക്കുമെന്ന് തന്നെ അറിയില്ല. നിങ്ങൾ ആലോചിക്കുകയാണ്. ഇതൊക്കെ ശരിക്കും ഇത് പിടിപ്പിച്ചിട്ട് അതിനകത്ത് ദിവസമായിട്ടില്ല വീട്ടിൽ. സാധാരണക്കാരനോട് വേണ്ടില്ലെന്ന് ഇജാതി ദുരന്തം. ആ ഇടി മിന്നൽ കൊണ്ട് അത് അവിടെ തട്ടിയിട്ടുണ്ടല്ലോ. നേരെ വീട്ടിൽ നിന്നൊക്കെ അങ്ങോട്ട് ഏറ്റ വരവ് അവിടെ വന്ന് ഇടിച്ചിട്ട് അങ്ങേപ്പുറം കണ്ടില്ല, അങ്ങോട്ട് തുളച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് ഇവിടെ കുട്ടികളൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ആ ഇത്താത്ത. അവരൊക്കെ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട്. അങ്ങനെ ഒരുപാട് പരിക്കുകൾ തന്നെ. ഈ ഇരുമ്പൊക്കെ ഇക്കോലത്തിൽ വണ്ണം വെക്കണമെങ്കിൽ എന്താവും ഇപ്പം അതിൻ്റെ ഒരു ശക്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു തെങ്ങാണ് ഇത് കണ്ട. തേങ്ങൊക്കെ ഉള്ള തെങ്ങാട്ടോ. അതിൻ്റെ തല അടിച്ചു പോയി. എന്തോ ഒരു കഷ്ടം ആലോചിച്ചിരിക്കുന്നത്. നല്ലൊരു തെങ്ങ്. ഒരുപാട് നാശനഷ്ടങ്ങൾ. അതിപ്പോൾ ഇവിടെ വയറിങ്ങിന് ജോലിക്ക് വന്ന ആ ഇക്കയും ഇങ്ങോട്ട് സംസാരിച്ചു. ഈ വീട്ടിലെ ഇത്താത്തയും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു തന്നു. ഒരു പാവപ്പെട്ട കുടുംബത്തിനൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞുള്ളൊരവസ്ഥ. പാവം
ഇതിനൊക്കെ എനിക്ക് ഇനി എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പറയുകയാണ്, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള മിന്നലും ഇടിയും കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ മെയിൻ സ്വിച്ച് അങ്ങോട്ട് ഓഫാക്കി കണ്ടു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളെ ജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതകൾ കൂടുതലാണ്. എന്തൊക്കെയോ ഭാഗ്യത്തിനാണ് ആളപായം ഇന്നലെ ഈ വീട്ടിൽ സംഭവിക്കാൻ. എന്നാൽ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു പൊട്ടലുകളൊക്കെ തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. വലിയ ദുരന്തത്തിലേക്ക് അത് പോകാതെ അവിടെ തീർന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏക ആശ്വാസം. ഇങ്ങനെയൊന്നും സംഭവിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നന്നാക്കി കിട്ടിയില്ലെന്ന് കേറി കിട്ടണം. അതാണ് ഞാൻ ആഗ്രഹം അല്ലേ? ഇല്ല പിന്നെ ആരെങ്കിലുമൊക്കെ എല്ലാം പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ ഒരുപാട് ആളുകളെ സുമനസ്സുകളെ സഹായം കൊണ്ടാണല്ലോ വീട് ഉണ്ടാക്കിയത് അല്ലേ? എന്നിട്ടിപ്പോൾ ഇതിപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ട് ഇപ്പോൾ ആരൊക്കെ വന്നോ? എല്ലാവരും വന്ന് പഞ്ചായത്തിൽ നിന്ന് വന്നീനി, ബ്ലോക്കിൽ നിന്ന് വന്നീനി, നാട്ടുകാരും എല്ലാവരും വന്നീനി. എല്ലാവരും സഹായം കൊണ്ട്, കാരണം നിങ്ങളൊക്കെ ഒരു പാവപ്പെട്ട ആളുകളാണ്, നമുക്ക് അറിയണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ട ഒരു എല്ലാവരുടെ ഭാഗത്തുനിന്നും പെട്ടെന്ന് തന്നെ അതിനൊരു സഹായങ്ങളൊക്കെ ഉണ്ടാവട്ടെ. അതാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത് അല്ലേ? പ്രത്യേകിച്ച് ഒരു റമളാൻ മാസത്തിൽ നമ്മൾ എന്താ പറയുക, അവനാൻ്റെ വീട്ടിൽ കയറി ഇരുന്ന് നോമ്പ്, ആദ്യത്തെ ഒരു നോമ്പല്ലേ ഇവിടെ അല്ലേ? നോമ്പാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ ആരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിപ്പോൾ വിധി നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ? ഇനി ആർക്കും ഉണ്ടാകാണ്ടിരിക്കട്ടെ അല്ലേ?